ചങ്ങരക്കുളം ചിയാനൂരിൽ മതിൽ വീടിന് മുകളിലേക്ക് വീണ് വീട് ഭാഗികമായി തകർന്നു. മുതിരംപറമ്പത്ത് വിജി സുരേഷ് ബാബു ദമ്പതികളുടെ വീടാണ് തകർന്നത്. ഇതിന്റെ ഈ മതിലിന്റെ ഓണർ ഉണ്ടല്ലോ, നിങ്ങൾ വാടകയ്ക്ക് എവിടെയും പോയി താമസിക്കുന്നു. നമ്മൾ ഈ ഓട്ടോറിക്ഷ ഓടിച്ചിട്ട് ഇതിന്റെ കടം തീർക്കണം, ഇത് എങ്ങനെ വാടകയ്ക്ക് പോകണം, അവര് പൈസ തരണ്ടേ. പിന്നെ നമുക്ക് അന്ന് അവര് വന്ന് ഈ 10 ദിവസം ഇത്രയും ദിവസമായി ഒന്ന് ശരിയാക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇത്രയും ഭാഗങ്ങളും കംപ്ലൈന്റ് വന്നിരുന്നില്ല. ചങ്ങരംകുളം ചിയാനൂരിൽ കോട്ടയിൽ ക്ഷേത്രത്തിനടുത്ത് ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം. മുതിരംപറമ്പത്ത് വിജി സുരേഷ് ബാബു ദമ്പതികളുടെ വീടാണ് തകർന്നത്. ഓട്ടോ തൊഴിലാളിയായ സുരേഷ് ബാബുവും ഭാര്യ വിജിയും അസുഖബാധിതയായ അമ്മയും 2 മക്കളും അടങ്ങുന്ന കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത്. അപകട സമയം വീട്ടിൽ ആരുമില്ലാതിരുന്നതിനാൽ കുടുംബം പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീടിനോട് ചേർന്ന് ഉയർന്നു നിൽക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ മതിലാണ് കനത്ത മഴയിൽ വീടിനു മുകളിലേക്ക് ഇടിഞ്ഞു വീണത്. വീടിന്റെ അടുക്കളയുടെ ചുമരും വാതിലുമടക്കം തകർന്നു വീണിട്ടുണ്ട്. മറ്റു ഭിത്തികൾക്കും വിള്ളൽ വീണിട്ടുണ്ട്. മുൻപ് മതിൽ ഒരു ഭാഗം തകർന്നിരുന്നതായും അപ്പോൾ തന്നെ പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നെന്നും സുരേഷ് ബാബു പറയുന്നു. സ്ഥലം ഉടമയോടും അപകടാവസ്ഥ ബോധ്യപ്പെടുത്തിയതാണെന്നും ഒരു വിധത്തിലുള്ള നടപടിയും ഉണ്ടായില്ലെന്നും ബാബു പറഞ്ഞു. ഇപ്പോൾ വീട്ടിൽ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ബാക്കി ഭാഗം ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയാണെന്നും നടപടിയുണ്ടാകണമെന്നും ബാബു ആവശ്യപ്പെടുന്നു. ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഇവിടെ കെട്ടിയില്ലല്ലോ കോൺക്രീറ്റ് ചെയ്തുള്ളത്, അത് കഴിഞ്ഞ വർഷം വീണത്. അത് വേറെ ആളെ പറമ്പാണത്. അതിന്റെ ഇപ്പുറത്ത് അത് വീണോട് കൂടിയില്ല തന്നെ ഈ കഷ്ണം, ഈ കല്ല് കയറ്റിച്ചില്ലേ, ഈ കല്ല് കയറ്റിച്ച ഭാഗം ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് ആൾ ഇവരോട് പറയൽ തുടങ്ങിയത് നിങ്ങൾ മതിൽ ശരിയാക്കിയത്. അത് അവർ വന്നിട്ട് ഈ കല്ല് വെറുതെ വെച്ചു, സിമെന്റ് ഒന്നും ഇല്ലാതെ വെച്ച്. ഈ സാധനം ഇപ്പൊ ഈ മഴ പെയ്തപ്പോ ഈ കഴിഞ്ഞ 27-ാം തീയതി കൂടി താഴ്ത്തിക്ക് വീണു. എന്നിട്ടാണ് പഞ്ചായത്തിൽ പോയി പറഞ്ഞത്. അപ്പൊ ഇപ്പൊ ഈ മറിഞ്ഞോട് കൂടിയിട്ട് ഇതാ ഇവിടുന്ന് ആറ്റം വരെയും വീടിന്റെ മുകളിലേക്ക് പറഞ്ഞു. അടുക്കളയിലെ മതിൽ ജനലൊക്കെ പൊട്ടിയായിരുന്നു, പടവ് പൊട്ടിയിട്ടുണ്ട്. കേരള വിഷൻ, ചങ്ങരംകുളം.